ലൂസിഫർ സിനിമയിലെ ഡയലോഗാണല്ലോ അടിച്ചത്. അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും, മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. അദ്ദേഹം മുണ്ടെടുത്താലും മുണ്ട് മടക്കി കുത്തിയാലും മുണ്ട് അയച്ച് തലയെ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം അത് ആ സിനിമ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത PR ഏജൻസികൾ പൊട്ടിക്കരഞ്ഞാണ്. കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടുകയാണ്. പിന്നെ മുണ്ട് എങ്ങനെ വേണമെങ്കിലും കുത്തിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അദ്ദേഹം തെറി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ, അദ്ദേഹത്തെ പഴയ BJP-ക്കാർ ഇഷ്ടംപോലെ തെറി പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ചു തെറിയും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങളെന്നും വരട്ടാനൊന്നും വേണ്ടി വരണ്ട. ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചോ കേരളത്തിലെ വഴികളെക്കുറിച്ചോ പോലും അദ്ദേഹത്തിന് അറിയില്ല. എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. കാരണം 2006 എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത്? ബാക്ക് ഡോറിൽ കൂടിയാണ് ആയത്. 2012 അങ്ങനെ തന്നെ ആയത്. 2018 വീണ്ടും ആകുന്നതിന് മുമ്പാണ് BJP ചേർന്നത്. 5-6 കൊല്ലമേ ഉള്ളൂ BJP ചേർന്നിട്ട്. എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് 5 കൊല്ലം മന്ത്രിയായിരുന്നല്ലോ. കേരളത്തിന് വേണ്ടി ആ കേന്ദ്രമന്ത്രിയായിരുന്നു. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? വിട്ടേക്ക്. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു, അത് വിട്ടേക്ക്, ആ കേസ് വിട്ടേക്ക്.